പിന്നെ ആ റെഡ് കാർഡ് എന്തിനാ കൊടുത്തതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. അത് ടെലികാസ്റ്റ് ഒരു ഗുമ്മില്ലാത്തതുകൊണ്ട് നല്ലൊരു മജറ്റില്ല ടെലികാസ്റ്റ്. അതുകൊണ്ട് തന്നെ റീപ്ലേയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നൊരു പിടുത്തം കിട്ടിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ ഊഹം ശരിയാണെങ്കിൽ റഫറി കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് മാനെ കടന്നുകാണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറാണ് പോയിന്ന് ഓനെ വലിച്ചിട്ടു. അതുകൊണ്ടാവുന്ന തോന്നുന്നു. പക്ഷേ അതിനകത്തുള്ള ഫോൾ അതിലുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും റഫറിമാർക്ക് വല്ലാതൊരു മാറ്റം നമ്മൾ കുറ്റം പറയണില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം. പിന്നെ ഈ ഒരു കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 10 ആളെ വെച്ചിട്ടാണ് കളിച്ചത് രാജസ്ഥാന്. എന്നിട്ട് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഫസ്റ്റത്തെ കളിയല്ലേ, കളി തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു ഫുട്ബോളിലെ മാച്ച് ഉണ്ടല്ലോ, ഈ യൂട്യൂബിൽ ഈ ലൈവ് ഇടേണ്ട പരിപാടി ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ ആ കമൻസ് ഒന്ന് ഓഫാക്കി വെക്കണം. ഒരു തൊഴിലില്ല. കാരണം എന്തൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്? ഒരു കളി കാണാൻ വന്നതാണോ അതോ വെറുതെ ഇങ്ങനെ വരകാനോ? കമൻ്റ് ഇട്ട് കണ്ട് വരകനാണ് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇവലെ മറിച്ചിട്ട് കേട്ടോ തമ്പിലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആണ്ട് മല മറിച്ചിടുന്നു. ആ കമൻ്റ് ഒന്ന് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കളി കാണാൻ വരണ്ടില്ല, കളി കണ്ടിട്ടാണ് പോയിക്കൂടെ. ഇതിങ്ങനെ അതിൻ്റെ അടി കടന്ന് ഇങ്ങനെ എന്തൊക്കെയാ പറയണത്. അപ്പോൾ കളി എന്തായാലും നമ്മൾ ഒന്നും ആരും കുറ്റം പറയല്ല. രണ്ട് ടീമും നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി ഉഷാറാവുന്നുണ്ട്, അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നല്ല അടിപൊളിയായിട്ട് കുറേ മുന്നേറ്റവും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ ആ ഫിനിഷിങ്ങിലുള്ള ആ ഒരു പ്രശ്നം ആണ് ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആവുമല്ലോ. ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഫിനിഷിങ്ങിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ലെവലാവും, കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് കളിയാണ്, ഫസ്റ്റ് മാച്ചിലായിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കളി ഇങ്ങനെ കളിച്ച് വരുമ്പോൾ സെറ്റാവും. നമുക്കറിയാം അതിനു മുമ്പ് ആശാൻ വന്നേ മറ്റേ നമ്മളെ പണ്ടത്തെ കൊച്ചിൻ്റെ പേരെന്തേനു ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മൂപ്പര് വന്ന സമയത്ത് ഫസ്റ്റത്തെ കളിയൊക്കെ ഒന്നും ഇങ്ങനെ തോൽവി അങ്ങനത്തെ ടൈപ്പിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് 3-4 മാച്ച് കഴിഞ്ഞപ്പോഴാണ് സെറ്റായത്. അതേപോലെ തന്നെ ഈ ഒരു പ്രാവശ്യവും ഇന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അതിങ്ങനെ സെറ്റായി വരും. ഫസ്റ്റത്തെ 1-2 മാച്ചിൽ തന്നെ ഒക്കെ അത്ഭുതം പോലെ മെഷീന് പോലെ റെഡി ആവുന്നില്ല. അതിങ്ങനെ റെഡി ആയിട്ട് വരുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റത്തെ കളി തോൽക്കേണ്ടി വരും, ചിലപ്പോൾ രണ്ടാമത്തെ കളി ജയിക്കും, അല്ലെങ്കിൽ ഫസ്റ്റത്തെ കളി ജയിക്കും, രണ്ടാമത്തെ കളി തോൽക്കും. അത് അങ്ങനെയൊക്കെ തന്നെ റെഡി ആവുള്ളൂ. ഇത് നമ്മളെ പ്രീ സീസണായിട്ട് കൂട്ടിയാൽ മതി ഈ ഒരു സൂപ്പർ കപ്പ്. ISL അല്ല മെയിൻ. അപ്പോൾ ആ ഒരു ISL എത്തുമ്പോഴത്തേനും ലെവലാവും. നമ്മൾ ബേജാറാവണ്ടാന്ന്. കാരണം ടീമിൽ ഇങ്ങനെ പ്ലെയേഴ്സിനെ മാറ്റി പരീക്ഷിച്ച് 6 വിദേശ പ്ലെയേഴ്സിനൊക്കെ ഇറക്കാമല്ലോ. ഫസ്റ്റ് ഹാഫിൽ കുറേ മുന്നേറ്റം ഉണ്ടായിട്ടോ, കുറേ മുന്നേറ്റം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ലൂണൻ്റെ ആ കോർണറിൽ ഒരു വിദേശ പ്ലെയറിൻ്റെ പേരാണ്ട് ഓർമ്മ കിട്ടണില്ല, ആ ഹെഡർ ജസ്റ്റ് മിസ്സാക്കും, ക്രോസ് ബാർമ തട്ടി നേരെ പുറത്ത് പോയി. അതൊക്കെ ഗോളാവേണ്ട ഷോട്ടുകളാണ്. അങ്ങനെ ഒരുപാട് ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന്. രാജസ്ഥാൻ യുണൈറ്റഡ് പോരാട്ടോ, ഒരു കളി പോരാ, അത്ര ഒരു ഇതില്ല. എന്തായാലും കുറേ ഡിഫെൻസീവ് ഗെയിമിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണമെന്നും. ഏതായാലും നോക്കേ, അടുത്ത കളിയിൽ വീണ്ടും കാണാം.